ലോകത്തിന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തോട് കൈകോർത്തു നിൽക്കുന്ന ഇസ്രായേലാണ്. ഈ രണ്ട് രാജ്യങ്ങളാണ് ഇന്ന് ലോക സമാധാനത്തിന് ഭീഷണി. ചരിത്രത്തിലുടനീളം മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ അംഗീകരിക്കാതെ തങ്ങളുടെ സാമ്പത്തിക സൈനിക താല്പര്യങ്ങൾക്കു വേണ്ടി ഏകപക്ഷീയമായ ആക്രമണങ്ങൾ, കൂട്ടക്കുരുതികൾ, ഉപരോധങ്ങൾ നടത്തിയ എത്ര അനുഭവങ്ങളാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലുള്ളത്. അമേരിക്കയുടെ ഒരു അടുക്കളത്തോട്ടമായി സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളെ നിലനിർത്തുക എന്നത് അമേരിക്കയുടെ ഒരു അജണ്ടയായി. അതിന്റെ ഭാഗമായി സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ ഉണർവുകളെ സൈനികമായി തന്നെ അടിച്ചമർത്തുകയും ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് തങ്ങളുടെ പരിധിയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത അതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ കൊന്നൊടുക്കിയ ചരിത്രത്തിലെ എത്ര ചോരക്കുരുതികളുടെ പാഠമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 4 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ചിലി, ലാറ്റിൻ അമേരിക്കയിലെ ഒരു രാഷ്ട്രമാണ് ചിലി. ആ ചിലിയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നു, സാൽവഡോർ അലൻഡെ. ആ അലൻഡയുടെ സ്നേഹിതനായിരുന്നു ലോകം മുഴുവൻ ആദരിക്കുന്ന മഹാനായ കവി പാബ്ലോ നെരൂദ. നെരൂദയെയും സാൽവഡോർ അലൻഡയെയും കൊലപ്പെടുത്തിയത് അമേരിക്കൻ അട്ടിമറിയിലാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ CIA നേരിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി കൊല്ലപ്പെടുന്നു. ആ രാഷ്ട്രത്തെ ആകെ ചിഹ്ന ഭിന്നമാകുന്നു. അങ്ങനെ ചിലിയിൽ, പെറുവിൽ, മറ്റൊട്ടേറെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഒരു കാലത്ത് ഓപ്പറേഷൻ കോണ്ടോർ എന്ന പേരിൽ പെറുവിൽ നിന്ന് ആരംഭിച്ച അമേരിക്കൻ സൈന്യത്തിന്റെയും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേരിട്ടുള്ള നേതൃത്വത്തിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ട. എത്ര ആയിരങ്ങൾ, പതിനായിരങ്ങളാണ് അന്ന് അവിടെ കൊല്ലപ്പെട്ടത്. എത്ര രാജ്യങ്ങളെയാണ് അസ്ഥിരപ്പെടുത്തിയത്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ലാറ്റിൻ അമേരിക്കയിലെ അളവറ്റ പ്രകൃതി സമ്പത്തിൽ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ പുതുവർഷ ദിനത്തിലാണ് നിക്കോളാസ് മഡ്യൂറോയെ, വെനസ്വേലയുടെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോയി, റാഞ്ചിക്കൊണ്ടുപോയി. ഈ ആധുനിക കാലത്ത് ആർക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമാണിത്? കായികമായി ബലമുള്ളവൻ, രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ സൈനികമായി കൂടുതൽ കരുത്തുള്ളവൻ, കരുത്തു കുറവുള്ളവനെ ആക്രമിച്ച് കീഴടക്കുക എന്നത് പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല, മര്യാദയല്ല. അത് മലയാളത്തിലെ ഏറ്റവും മോശമായ വാക്കുകൊണ്ട് അടയാളപ്പെടുത്തേണ്ട ഒരു ക്രൂരതയാണ്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ തലവൻ, അദ്ദേഹത്തിന്റെ പങ്കാളി ഇപ്പൊ ന്യൂയോർക്കിൽ ജയിലിൽ കിടക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല. 2006 സെൻട്രൽ അമേരിക്കൻ രാജ്യമായ ഹോണ്ടുറാസ് ഇതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷക്കാരനായ പ്രസിഡന്റ് മാനുവൽ സലേയ, അദ്ദേഹത്തെ അമേരിക്കൻ സൈനിക ശക്തിയുടെ പിൻബലത്തിൽ മാത്രം ഹോണ്ടുറാസിൽ നിന്ന് നാട് കടത്തുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. സാൽവഡോർ അലൻഡയുടെ കാര്യം, ഇവാ മൊറേൽസിന്റെ കാര്യം, ഹ്യൂഗോ ഷാവേസ് നേരിട്ട നിരവധിയായ ആക്രമണങ്ങളുടെ ചരിത്രം, ഹോണ്ടുറാസിൽ മാനുവൽ സലേയയുടെ കാര്യം, ഇതെല്ലാം നമ്മുടെ മുൻപിൽ ചരിത്രമായി നിൽക്കുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ഈ ചരിത്രം സ്തംഭിച്ചു നിൽക്കും എന്ന് ധരിക്കാൻ പാടില്ല. അമേരിക്കയുടെ ഈ സൈനിക ആക്രമണങ്ങൾ, സൈനിക മേധാവിത്വം മറ്റു രാഷ്ട്രങ്ങളെ ദുർബലപ്പെടുത്തുന്ന, അവരുടെ പ്രകൃതി സമ്പത്ത് കൊള്ളയടിക്കുന്ന, അവിടുത്തെ ജനങ്ങളെ കൊന്നു തള്ളുന്ന ഈ ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്ക് എതിരെ ഇത്തരം രാജ്യങ്ങളിലെ ജനങ്ങൾ കൂടുതൽ സാമ്രാജ്യത്വ വിരുദ്ധ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കപ്പെടുന്നതിനും അവർ ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിനും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോ 2-3 വർഷങ്ങൾക്ക് മുൻപ് ഹോണ്ടുറാസിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇടതുപക്ഷ സഖ്യത്തിന്റെ നേതാവായ ഷിയോമാരോ കാസ്ട്രോ വിജയിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. ആ ഷിയോമാരോ കാസ്ട്രോ 2006 അമേരിക്ക നാടുകടത്തിയ മാനുവൽ സലേയുടെ ജീവിത പങ്കാളിയാണ് എന്നതാണ് വസ്തുത. ഇങ്ങനെ ചരിത്രത്തിൽ ചില കാവ്യ പ്രതികാരങ്ങൾക്കും ലാറ്റിൻ അമേരിക്ക സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സാൽവഡോർ അലൻഡയുടെ പേരക്കുട്ടി പിന്നീട് ചിലിയുടെ പ്രതിരോധ മന്ത്രിയാകുന്നതിനും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും ഒടുവിൽ വെനിസ്വേലയുടെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ തലവന് സുരക്ഷിതത്വമില്ലാത്ത സ്ഥിതി, ഏത് രാജ്യവും ആക്രമിക്കപ്പെടാം എന്ന സ്ഥിതി, ഏത് രാജ്യത്തെ ജനങ്ങളും നിർദ്ദയം കൊല്ലപ്പെടാം എന്ന സ്ഥിതി, ഇതാണ് ഇന്ന് ലോകമെമ്പാടുമുള്ളത്. ഇറാനെതിരായി ഇപ്പോൾ നടക്കുന്ന ആക്രമണം, ഇറാനിലെ ഭരണകൂടം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതല്ല. ആ കാര്യത്തിൽ ഇറാനിലെ ഭരണകൂടം എന്നും വിമർശിക്കപ്പെടും,
എതിർക്കപ്പെടും. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഒരു ദശാബ്ദം മുൻപ് ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന ഇപ്പോഴത്തെ ആക്രമണത്തിന് കാരണമായിട്ടുള്ള അതേ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റായി ബറാക് ഒബാമ ഭരിക്കുന്ന സമയത്ത് ഒരു കരാർ ഒപ്പുവെക്കപ്പെട്ടു. ആ കരാറിൽ അമേരിക്കയ്ക്ക് പുറമെ റഷ്യയും ജർമ്മനിയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ പങ്കാളികളായിട്ടുള്ള കരാറാണ്. ഇറാൻ ഒപ്പുവെച്ച ആ കരാറിൽ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ സമ്പുഷ്ടീകൃത യുറേനിയം ഉപയോഗിക്കൂ എന്ന് എന്നേക്കുമായി തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഇറാനെതിരായി നടക്കുന്ന ആക്രമണത്തിന്റെ അടിസ്ഥാന കാരണം ഒരു ദശാബ്ദം മുൻപ് പരിഹരിക്കപ്പെട്ടതാണ്. അമേരിക്കൻ പ്രസിഡന്റ് പങ്കാളിയായ ആ ഉടമ്പടി നിലനിൽക്കുകയാണ്. അതാണ് വസ്തുത. ഇറാൻ ആണവായുധം നിർമ്മിച്ചേക്കും എന്നാണ് പറയുന്നത്. ആരാണ് പറയുന്നത്? ലോകത്തിൽ ആദ്യമായി ആണവായുധം പ്രയോഗിച്ച് 10,000-കണക്കിന് മനുഷ്യരെ കൊന്നു തള്ളിയ ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട സാമ്രാജ്യത്വ ഭരണകൂടമായ അമേരിക്കയാണ് പറയുന്നത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം.